നമസ്കാരം, ഞാൻ മനോജ് അങ്ങാടിക്കൽ. ഹൈദരാബാദിലെ മലയാളികൾക്ക് സുപരിചിതൻ, എഴുത്തുകാരൻ, പ്രാസംഗികൻ, മലയാളി മിഷൻ തെലുങ്കാന ചാപ്റ്ററിൻ്റെ ചെയർമാൻ, CTRMA കൈരളി സമാജം എന്നീ കൂട്ടായ്മയുടെ കരുത്തുറ്റ പോരാളി, അശ്വമേധം എന്ന പ്രോഗ്രാമിൽ GS പ്രദീപിന് നേരിടേണ്ടി വന്ന വെല്ലുവിളി, ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹത്തെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ എന്നോടൊപ്പം ജേർണലിസ്റ്റ്, ചിന്തകനും എഴുത്തുകാരനും കൂടിയായ ശ്രീ TV രാജൻ, അദ്ദേഹത്തോടൊപ്പം പ്രമുഖ എഴുത്തുകാരൻ, സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യം, ഹൈദരാബാദിലെ ഷാപ്പി സംഗീതം എന്ന ഗാന ശൃംഖലയിലെ അമരക്കാരൻ ശ്രീ അനിൽ നായർ. ഇവർ ചോദ്യങ്ങൾ ഉത്തരവുമായി നിങ്ങളുടെ മുമ്പിൽ. നമസ്കാരം. സാറിന്റെ നാട്, വീട്, പ്രാഥമിക തലങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ നാട് കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മീനടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസവും. തുടർന്ന് തൊട്ടടുത്ത പട്ടണമായ കോട്ടയത്ത് തന്നെയുള്ള 2 കോളേജുകളിലേക്കാണ് ഒരു വിദ്യാഭ്യാസം ചെയ്തത്. സാർ പഠനത്തിലെ അഗ്രഹണിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കലാലയ ജീവിതം? അതിനെക്കുറിച്ചൊന്ന്. അഗ്രഗണ്യൻ എന്ന് പറയാനാവില്ല. സ്കൂൾ തലത്തിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. കോളേജ് തലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ അളവ് കൂടി, പഠനത്തിലുള്ള ശ്രദ്ധ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ കടന്നിങ്ങി വന്നു. അങ്ങനെയുള്ളൊരു ആവറേജ് തലത്തിലുള്ള ഒരു വിദ്യാർത്ഥി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അഗ്രഗണ്യൊന്നുമല്ല. കലാലയ രാഷ്ട്രീയം ഒരു പരിധിവരെയൊക്കെ കലാലയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സമയം അടിയന്തരാവസ്ഥ കഴിഞ്ഞു വരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന മൂവ്മെൻ്റൊക്കെ വളരെ ശക്തമായിട്ട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പുറത്തേണ്ട അവസ്ഥ. അത് 8, 9 ക്ലാസ്സിലെത്തുമ്പോഴാണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റും അതേപ്പറ്റിയൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ആ ഫ്ലോയിൽ തന്നെ പെട്ട് അതേ രീതിയിലുള്ള ക്രമാനുഗതമായ രാഷ്ട്രീയ പരിണാമമാണ് കോളേജ് വിദ്യാഭ്യാസ കാലത്തും ഉണ്ടായത്. അടിയന്തരാവസ്ഥ സാറിൻ്റെ ഈ സ്കൂൾ ജീവിത സമയത്ത് സാറിനെ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് നേരിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. എന്നെയോ എൻ്റെ കുടുംബത്തെ ഒന്നും അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത് ആ സമയത്ത് എൻ്റെ കുടുംബം ഒരു കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിനൊപ്പം എൻ്റെ പിതാവും സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ഈ വസ്തുവകകളെല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന കുറേയധികം തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് ആ സമയത്ത് ഒരു യൂണിയനിൽ വരികയും, അപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ആ യൂണിയൻ ഒരു പ്രശ്നമായിട്ട് വരികയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ലേബർ ഓഫീസർ അങ്ങനത്തെ ആൾക്കാർ ഇടപെടുകയും അത്തരം ചർച്ചകൾ നടക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ എൻ്റെ വിദ്യാർത്ഥി കാലത്ത് തന്നെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് എനിക്കെന്ന് മനസ്സിൽ തോന്നുന്നത് ഈ തൊഴിലാളികളുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ അവരുമായിട്ട് വന്ന് സംസാരിക്കുന്നു, അവരുടെ അവകാശികൾ പറയുന്നു, യൂണിയൻ ലീഡേഴ്സ് അവിടെ വന്ന് സംസാരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് എൻ്റെ വീട്ടിലെ മാത്രം ഒരു കാര്യമല്ല, എൻ്റെ ആ ഗ്രാമത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു അവസ്ഥ അതായിരുന്നു. അല്പം ഭൂസ്വത്തുള്ള ആളുകൾ, തൊഴിലാളികൾ 3-4-5 ആളുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു എന്താ പറയുക, ഒരു അൺറെസ്റ്റ് സിറ്റുവേഷനിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാണ് വന്നത്. പിന്നെ സ്കൂളിൽ നിരന്തരം 1-2 അധ്യാപകർ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായും എതിരായി സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ക്ലാസ്സിൽ ഇത് വന്ന് ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുമായിരുന്നു. അതൊക്കെ നമ്മളെ സ്വാധീനിച്ചിരുന്നു. പിന്നെ നിരന്തരമായിട്ട് ആ സമയത്ത് തന്നെ പത്രം വായിക്കുമായിരുന്നു. അതിൽ കിട്ടുന്ന പരിമിതമായ വാർത്തകളും സംഭവങ്ങളൊക്കെ
ഇതിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റ് ഒക്കെ ശക്തമായിട്ട് ഉയർന്നു വരുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി വായിക്കാനെടുത്ത ഒരു ആജ്ഞ ഉണ്ടായിരുന്നു. അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ് താങ്കൾ സജീവമായിട്ട് അന്നത്തെ കാലത്തെ അനുഭവങ്ങളെ കുറിച്ച്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കുറിച്ച് കേട്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള സൈലന്റ് വാലി പ്രക്ഷോഭങ്ങൾ. സൈലന്റ് വാലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിശക്തമായി മുന്നിട്ടിറങ്ങിയ പ്രസ്ഥാനങ്ങളിലൊന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഞാൻ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പരിഷത്തിന്റെ ഒരു സജീവ പ്രവർത്തകനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്നത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിന്റെ പ്രവർത്തനം ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു വാക്കിൽ നമുക്ക് പറയാനാവാത്ത അത്രയ്ക്ക് സമൂഹതല സ്പർശിയായ ഒരു പ്രവർത്തനമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ. പരിഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് അന്ന് പരിഷത്തിൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് പരിഷത്ത് പ്രവർത്തകന്റെ പ്രവർത്തന ശൈലിക്ക് പാരിഷത്വികത എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു. ആ പാരിഷത്വികതയിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മൾ തന്നെ നമുക്കൊരു സ്വയം നിയന്ത്രണം വരുത്തുക. നിയന്ത്രണം വരുത്തുക എന്ന് പറയുന്നത് ആരും നമ്മളെ പ്രേരിപ്പിച്ച് ചെയ്യിക്കുന്നതല്ല. ഏറ്റവും പ്രധാനം പഠനമില്ലാതെ പരിഷത്തിൽ നമുക്ക് പ്രവർത്തിക്കാനാവില്ല. പരിഷത്തിന്റെ ഒരു പരിപാടിയുമായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അതിനോട് ചേരുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കണം. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഈ പാരിഷത്വികത എന്ന് പറയുന്നത്. അത് എല്ലാ പ്രവർത്തനത്തിനും അത് ബാധകമാണ്. അത് ഇംഗ്ലീഷിൽ ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രവർത്തനത്തോട് നീതിപൂർവമായി ഇടപെടണമെങ്കിൽ, നീതി കാണിക്കണമെങ്കിൽ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യപ്പെടണം. ആ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. പരിഷത്തിൽ പ്രവർത്തിക്കാനായിട്ട് ആ ഇൻവോൾവ്മെന്റ് വേണ്ടിയിരുന്നു. ആ ഇൻവോൾവ്മെന്റ് കൊണ്ട് എനിക്ക് പിന്നീട് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായി. ഒരു പ്രശ്നത്തെ പഠിക്കാനോ അവതരിപ്പിക്കാനോ ഉള്ള ശാസ്ത്രീയത അതിലൂടെയാണ് നമുക്ക് കിട്ടിയത്. സാക്ഷരകേരളം പടുത്തുവെക്കാൻ സാറ് ഒത്തിരി സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കേരളം സമ്പൂർണ്ണ സാക്ഷരമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അത് കേരളത്തിലുണ്ടായ ഏറ്റവും ശക്തമായ ബഹുജന മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇടപെട്ട് ഒരുപോലെ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. 100% വിജയിച്ച ഒരു വലിയൊരു സംരംഭം കൂടെയാണ്. തീർച്ചയായിട്ടും 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരമായിട്ട് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് പ്രഖ്യാപിക്കുന്നു. അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ കോഴിക്കോട് പോയിരുന്നു ആ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി. അത് ശരിയാണ്, അത്തരം മാതൃകാപരമായ പ്രവർത്തനമാണ് ഇന്ത്യയിലെമ്പാടും നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് നമുക്ക് വേണ്ടത്. യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ആളുകൾ ഒന്നിച്ചിറങ്ങി ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഒന്നിച്ച് പ്രവർത്തിക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാനാവും, സമൂഹത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാനാവും എന്ന് തെളിയിച്ച ഒരു സംരംഭമായിരുന്നു. പക്ഷെ അത് അതിൻ്റെതായ രീതിയിലുള്ള സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ സത്യം. അതങ്ങനെ തുടർന്നിരുന്നുവെങ്കിൽ മറ്റു പല മേഖലകളും, ഇപ്പോൾ സാക്ഷരത ഒരു മേഖലയായിട്ട് നമ്മൾ എടുത്തു, കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരമാക്കി എല്ലാവരെയും എഴുതാനും വായിക്കാനും ശേഷിയുള്ളവരാക്കി മാറ്റി. പക്ഷെ എഴുതാനും വായിക്കാനും പഠിച്ചാൽ മാത്രം പോരല്ലോ, അതിന് തുടർന്നുള്ള ഒത്തിരി കാര്യങ്ങളില്ലേ. അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഘട്ടത്തിൽ അത് നിന്നു പോകുന്നൊരവസ്ഥയുണ്ടായി. പക്ഷെ ഇതിന്റെ അനുകരണങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഗുണപരമായ പല വ്യത്യാസങ്ങളും പിന്നീട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിന്റെ അത് നമ്മൾ കാണാതെ. പലപ്പോഴും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഞാൻ അറിഞ്ഞ സാറ് മികച്ച ഒരു അധ്യാപകനാണ്. എന്തുകൊണ്ട് പ്രൊഫഷനായിട്ട് അത് തിരഞ്ഞെടുത്തില്ല? അത് എൻ്റെ വ്യക്തിപരമായ ഒരു ന്യൂനതകളിലൊന്നാണ്. താങ്കളെ കലാലയത്തിൽ സജീവമായി പ്രവർത്തിക്കുകയും പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലയാള മിഷനിലേക്ക് ഒക്കെ പൊതുപ്രവർത്തനം കടന്നു വരാനുള്ള ആ പ്രചോദനം എന്തായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനവും അതിനോടുള്ള താല്പര്യവും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചുറ്റും പ്രവർത്തിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്.
അത് പല രീതിയിലുള്ളതാകാം. ചിലർക്ക് ആരാധനാലയങ്ങളൊക്കെ, ചിലർക്ക് ചില വായനശാലകളൊക്കെ, ചിലർക്ക് നേരിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ചിലർക്ക് മറ്റു ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ. അങ്ങനെയുള്ള ഒരു സ്പേസ് കേരളത്തിൽ ഏതാണ്ട് എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ അതില് ഞാനും അങ്ങ് ഇടപെട്ട് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് ഓരോ മേഖലകൾ നമ്മൾ തിരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിലെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ കുറച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. അതിന് പ്രചോദനമായിട്ട് ഒരു മെന്റർ പോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളോ ഇല്ല, അതങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയെ അന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട നമുക്ക് പ്രചോദനമായിട്ട്. അത് നമ്മുടെ വായനയിലൂടെ കിട്ടി കഴിയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും സംഭവങ്ങളും ഒക്കെ നമ്മുടെ സ്കൂൾ തലത്തൊക്കെ വായിച്ച് കേട്ടുമൊക്കെയാണ് നമ്മൾ വരുന്നത്. നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ അധ്യാപകർ ചിലർ നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് അങ്ങനെ ഒരു റോൾ മോഡലായിട്ടൊന്നും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ല. പിന്നീട് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞപ്പം ചിലരുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ അത് അത്ര ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. ഇവരൊക്കെ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണല്ലോ. നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിന് മുമ്പ്, നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചിരുന്ന എത്രയോ മഹത്തരമായ പ്രവർത്തനം നടത്തിയ ആളുകൾ. അതിനെയൊക്കെ പറ്റി നമ്മൾ അറിയുന്നത് പിന്നീട് വായനയിലൂടെയാണ്. അതിൽ നമുക്ക് താല്പര്യപ്പെടുന്നത് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ സ്വാധീനിച്ച പുസ്തകങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രവർത്തനത്തിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു സ്വാധീനിച്ച പുസ്തകം എന്നൊന്നും പറയാനായിട്ടില്ല. അപ്പം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് മലയാളികളുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് അമൃതം തേടി എന്ന് പറയുന്ന പുസ്തകം. അത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് മംഗൾ പാണ്ഡെയും ഒക്കെ ആ കാലത്ത് ഇറങ്ങി പ്രവർത്തിച്ചത്. പിന്നീട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഝാൻസി റാണിയുടെ പ്രവർത്തനങ്ങൾ അവർ അതിനുവേണ്ടി നടത്തിയത്, പിന്നെ എന്തെല്ലാം കുറവുകളും കുഴപ്പങ്ങളും ഒക്കെ ആരോപിക്കപ്പെടുന്നുണ്ടെങ്കിലും ടിപ്പു സുൽത്താന്റെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം, നമ്മുടെ പഴശ്ശിരാജ, വേലു തമ്പിത്തളവാണ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള എത്ര ആളുകളാണ് സമൂഹത്തിൽ അന്ന് കാണുന്ന പല അനീതികൾക്കെതിരെയും പടവെട്ടിക്കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അവരുടെ കാലഘട്ടത്തിനനുസരിച്ച്. ഇന്ന് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഫ്യൂഡൽ പരിഷ്കാരങ്ങളായിട്ട് പലതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റും. പക്ഷെ ആ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അത് ആവശ്യമല്ല. ബ്രിട്ടീഷ് മേൽക്കോയ്മ തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന ഒരു ബൃഹത്തായ ആ ഒരു കൺസെപ്റ്റാണ് സാറിന് ഈ ജനസേവനത്തിലേക്ക് ഇറങ്ങി തിരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇടതുപക്ഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടല്ല എൻ്റെ അനുഭവത്തിൽ നമ്മൾ അതിനകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി വന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപറ്റ ആളുകൾ നിരന്തരം ദരിദ്രന്മാരായിക്കൊണ്ടിരിക്കുന്നു. ആ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നവരുടെ ചെലവിൽ തന്നെ ഒരു ചെറു ന്യൂനപക്ഷം ധനികന്മാരുമായിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ദരിദ്ര ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഒരുപാട് സംഘടനകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യത്യസ്ത തലങ്ങളിലാണ് പ്രവർത്തനം. അപ്പൊ ആ ദരിദ്രരുടെ പക്ഷം ചേരുന്ന, വിഷമിക്കുന്നവരുടെ പക്ഷം ചേരുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതിനോടുള്ള ഒരു താല്പര്യം, അല്ലാതെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രത്യേകത കൊണ്ടല്ല. പക്ഷെ പിന്നീട് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടികളെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ അജണ്ട വെച്ച് നമുക്ക് അതിനെ തരംതിരിക്കാൻ കഴിയും. ഒരു പാർട്ടിയുടെ ലക്ഷ്യമുണ്ട്, അവർ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും, ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവർ എന്തൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് മുന്നോട്ട് വെക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ പാർട്ടികളെ അതിന്റെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളൊരു തരത്തിലേക്ക് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. താങ്കൾ സജീവമായി കേരളത്തിലെ സാക്ഷരതയും അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് പറിച്ചത്? അത് രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഇങ്ങനെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സാധാരണ ആ സമയത്ത് ഏതൊരു ചെറുപ്പക്കാരനും ചിന്തിക്കേണ്ടത് പോലെ തന്റെ ജീവിതം കരുപിടിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കുക. ആ ഒരു ചിന്ത എനിക്ക് തീരെയില്ലായിരുന്നു. ഒരു ടെസ്റ്റ് എഴുതാനോ ചിലരുമായിട്ടൊക്കെ സംസാരിക്കും. എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർ ചില സംശയ നിവാരണം, ചില ഈ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെ പറ്റി ഇവരോട് ചോദിച്ച് അവരുടെ സംശയ നിവാരണം നടത്തുകയായിരുന്നു. അപ്പൊ അവരോട് ചോദിക്കാറുണ്ട്, നിനക്കൊക്കെ ഒരു ടെസ്റ്റൊക്കെ എഴുതിയെന്ന് ജയിച്ചുകൂടെ ജയിക്കാൻ വേണ്ടി? അപ്പം അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നേ ഇല്ല, തീരെയില്ല. ഒരു ടെസ്റ്റ് എഴുതാൻ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തിരുന്നില്ല. എന്തോ അന്നങ്ങനെ തോന്നിയില്ല. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് വീട്ടുകാർ കരുതിക്കൊണ്ട് തീരുമാനിച്ചിട്ട്
വീട്ടുകാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് ചേരാൻ വേണ്ടിയിട്ട് എന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കുന്നത്. അവിടെ വന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്ത് ചേർന്നു. അവിടെ 15 വർഷം അവിടെ തന്നെ ജോലി ചെയ്തു. അതിനിടയിൽ ബാംഗ്ലൂരിലും ഈ പറയുന്ന പോലെ വളരെ ഒതുങ്ങിയിരുന്നു. ആ സമയത്ത് ആദ്യത്തെ കുറച്ച് കാലം വളരെ ഒതുങ്ങി ഓഫീസിൽ മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്നു. കിട്ടുന്ന പീരിയഡിൽസ് എന്തെങ്കിലുമൊക്കെ വായിക്കും, കിട്ടുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ജീവിച്ചിരുന്ന സമയത്താണ് അവിടെ മലയാളികളുമായിട്ട് അടുത്ത് ഇടപഴകാനും അത് പിന്നെ അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തന്നെ ഇറങ്ങി തിരിക്കേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്തു. ബാംഗ്ലൂരിൽ അവിടെ 1-2 മലയാളി സംഘടനകളുമായിട്ട് വളരെ സജീവമായിട്ട് അടുത്ത് പ്രവർത്തിച്ചു. പിന്നെ ഞാനത് താമസിച്ചുകൊണ്ടിരുന്ന ഏരിയയിൽ അവിടുത്തെ മലയാളികളെല്ലാവരും കൂടെ ചേർന്ന് വളരെ ശക്തമായ ഒരു സംഘടന നമുക്ക് വേണമെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആ സംഘടനയെ മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും അതിനൊരു നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ പരിപാടികൾ ആ സംഘടനകളിലൂടെ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്നും വളരെ സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മുൻകൈയെടുത്ത് ചെയ്ത ഒരു കാര്യമാണ് കേരള കർണാടക ട്രാവലേഴ്സ് ഫോറം. അത് അതുവരെ ഉണ്ടായിരുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നേരിട്ട് മലയാളികൾ അനുഭവിക്കുന്ന യാത്രാ ക്ലേശങ്ങളിൽ ഇടപെടുകയും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കാനായിട്ട് വളരെ സജീവമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അതിന്റെ അനന്തരഫലമായിട്ട് ബാംഗ്ലൂരിലെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് കർണാടക മലയാളികൾക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങളുടെ മെച്ചം ഇന്നുണ്ടായിട്ടുണ്ട്. അതവിടെ പലരും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിലെ ചില ആൾക്കാർക്ക് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ ഹൈദരാബാദിലേക്ക് ബാധിക്കാൻ പറ്റും. ബാംഗ്ലൂരിൽ ഒരു 10-15 വർഷം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഈ പ്രവർത്തനമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഹൈദരാബാദിൽ ഒരു പുതിയ സംരംഭം തുടങ്ങി. അപ്പോൾ ആ സംരംഭത്തിൽ ഞാനും കൂടെ ഇൻവോൾവ് ആകണം എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു. അങ്ങനെ ഇവിടെ ഒരു 5 വർഷം കുഴപ്പമില്ലാത്ത രീതിയിൽ വിജയകരമായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് അതിൻ്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് വന്നതുകൊണ്ട് നമുക്കിതിവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞാൽ തന്നെ നിർത്തുകയുള്ളൂ. അപ്പോൾ അവരെ പരിപാടി വെച്ച് നിർത്തി അവർ ബാംഗ്ലൂരിലേക്ക് തന്നെ പോയി. ഞാൻ ഹൈദരാബാദിൽ തുടർന്നു. അപ്പോൾ ഹൈദരാബാദിൽ ഈ മലയാളി സംഘടനകളായിട്ട് ആദ്യം മുതലില്ലായിരുന്ന ഏതാനും മാസങ്ങൾ മാത്രമേ ഒതുങ്ങിയിരിക്കാൻ പറ്റിയിരുന്നുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിനോ ഒന്നുമില്ല. അവിടുത്തെ ഈ പ്രവർത്തനത്തിന്റെ ആധിക്യം മൂലം ഹൈദരാബാദിൽ വന്ന് സ്വന്തമായിട്ടിരുന്ന് ഈ പറയുന്ന പോലെ ഓഫീസും വീടുമായിട്ട് കഴിയണം എന്ന ഉദ്ദേശത്തോടെയാണ് വന്നത്. പക്ഷെ അങ്ങനെ വന്നിരുന്നുവെങ്കിലും ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു സുഹൃത്ത് ഇവിടെ വരികയും അയാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രം അത് ഹൈദരാബാദിൽ തുടങ്ങണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞില്ല, അത് പറ്റില്ല, അത് ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞപ്പോൾ ആ പത്രം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സാധാരണഗതിയിൽ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ മതിയാവും. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മലയാളികളും മലയാളി സംഘടനാ പ്രവർത്തകരുമായിട്ട് ഇടപെട്ടു. പിന്നെ അതിൻ്റെ ഒരു സ്വാഭാവിക പരിപാടി ഈ രീതിയിൽ ഇപ്പൊ ശരിക്കും ഹൈദരാബാദിൽ സാറ് ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ശരിക്കും പടർന്ന് പന്തലിച്ചതിനെ നോക്കിയില്ല. കൈവയ്ക്കാത്ത മേഖലകളില്ല. അത് മലയാള മിഷന്റെ പ്രവർത്തനത്തിലും സാർ വളരെ മുന്നിലാണ്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ വക്താവ് കോർഡിനേറ്ററിന്റെ ഞാൻ മലയാള മിഷന്റെ തെലങ്കാന ചാപ്റ്ററിന്റെ ചെയർമാനാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന മലയാള ഭാഷയുടെ പ്രവർത്തനം, മറുനാട്ടിൽ ജീവിക്കുന്ന മലയാളികൾ മലയാളം പഠിക്കണം, ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയെല്ലാം മലയാളം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ ആ പ്രവർത്തിയുടെ നന്മ കൊണ്ട് മലയാളത്തെ ഇവിടുത്തെ വരും തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ അറിയിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് നല്ലൊരു പ്രതികരണമാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ തലത്തിൽ മുഷിപ്പ് അനുഭവപ്പെടുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് ഇരിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഒരു സ്റ്റേജിൽ എത്തിക്കാൻ നമുക്ക് പറ്റി. അപ്പൊ ആ നല്ലൊരു പ്രതികരണം ഈ കുട്ടികളിൽ നിന്ന് നമുക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. മറ്റു കാര്യങ്ങളെക്കാളൊക്കെ ഉപരി ഞായറാഴ്ചകളിൽ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുമായിട്ട് സംവദിക്കുക എന്നുള്ളൊരു ശീലമായിരുന്നു ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം വരെ ഉണ്ടായിരുന്നത്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരും അതേ താല്പര്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപറ്റം പ്രവർത്തകർ മലയാള ഭാഷയിൽ നിന്ന് തെലങ്കാനയിൽ ആകപ്പാടെയാണ്, തെലങ്കാനയുടെ എല്ലാ സ്ഥലത്തും.
അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കൊണ്ടിരിക്കുന്നത്. സാർ, ഈ മലയാളം മിഷനെ കുറിച്ച് പറയുന്നത് മലയാളം മിഷന്റെ സാധാരണ പ്രവർത്തന ശൈലി എങ്ങനെയാണെന്ന് മലയാളം മിഷൻ പ്രവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായ തലം അതിന്റെ അധ്യാപകരാണ്. അതിൽ എടുത്തു പറയപ്പെടേണ്ട ഒരു വസ്തുത, അതിനകത്ത് 99.5%, പ്രത്യേകം പറയുന്നത് 99.5% വനിതകളാണെന്നുള്ളത്. ഈ ക്ലാസ്സുകളിൽ ഈ പറയുന്ന പോലെ ഏതാണ്ട് മുഴുവൻ ക്ലാസ്സുകൾ നടക്കുന്നത് ഈ പറയുന്ന അധ്യാപകരുടെ വീടുകളിൽ തന്നെയാണ്. എന്നാലോചിക്കുക, അതൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നത് തന്റെ അയൽപക്കത്തെ കുട്ടികളെയൊക്കെ ഞായറാഴ്ച 2-3 മണിക്കൂർ നേരം തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി അവർക്ക് മലയാളം പറഞ്ഞു കൊടുക്കുക. വളരെ നിശബ്ദമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ്. ഇത് തുടങ്ങിയ ഒരു അധ്യാപകരും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അവരോട് അതേപറ്റി ചോദിച്ചു കഴിയുമ്പോൾ വളരെ ആവേശത്തോടും സന്തോഷത്തോടും അവർ പറയുന്നത്. ഇത് സമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഭംഗിയായിട്ട് ചെയ്യാനും തയ്യാറുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തുക, അവർക്ക് വേണ്ട പ്രചോദനങ്ങൾ കൊടുക്കുക, അതിന് വേണ്ട അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ബാക്കി അവർ ചെയ്തു. അങ്ങനെയാണ് മലയാളം മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അതിന്റെ മേൽത്തട്ടിലുള്ള ആളുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാനൊന്നുമല്ല. അവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. കേട്ടതിന് ശേഷം അവർക്ക് പരിഹരിക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അതിനകത്ത് ഇന്ന രീതിയിൽ ചെയ്തു നോക്കൂ എന്ന് നമ്മൾ ഒന്ന് പറയുന്നു. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങി വെക്കാനും അവർക്ക് വേണ്ട അക്കാഡമിക് ഉപദേശങ്ങൾ കൊടുക്കാൻ അതിന് മലയാളം മിഷൻ അതിൻ്റെതായ ഒരു ശൈലിയും രീതിയും അതിൻ്റെ പാഠ്യക്രമങ്ങളുണ്ട് ഒക്കെയുണ്ട്. അതിനൊക്കെയുള്ള പരിശീലനവും കാര്യങ്ങളൊക്കെ അവർക്ക് മലയാളം മിഷന്റെ കേന്ദ്ര തലത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് ഭംഗിയായിട്ട് ഏറ്റെടുത്ത് തന്നെ നടത്തിക്കൊണ്ട് പോകും. ഇതിന് വേണ്ടത്, ഇനി ഇതിനെ ശക്തമാക്കാൻ വേണ്ടത് അതിശക്തമായ പ്രചരണവും. ഇപ്പം നിങ്ങൾക്കൊക്കെ തന്നെയാണെങ്കിലും ഇപ്പം മലയാളം മിഷന് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് ക്ലാസ് നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സമയവും സന്ദർഭവും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഇത് ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ ഒരു സംരംഭമുണ്ട്, നിങ്ങളത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ പല വീട്ടമ്മമാരും അതിന് തയ്യാറാകും. അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ സാങ്കേതിക സഹായങ്ങളിലും മലയാളം മിഷൻ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, പാഠ്യക്രമങ്ങള്, പുസ്തകങ്ങള്, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പരിശീലനം, ഇതെല്ലാം അവർ ചെയ്യും. ഇപ്പൊ അതെല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ്. ആ ഓൺലൈൻ ആക്സസിന്റെ ചില പരിമിതികൾ ഉള്ള ആളുകൾക്ക് ചുരുക്കം ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന്റെ സാഹചര്യം നേരത്തെ വളരെ ഭംഗിയായിട്ട് ഇത് കുതിച്ചുയർന്നു പോകുന്നതാണ്. വളരെ നല്ലൊരു കുതിപ്പിലേക്ക് വിദ്യാർത്ഥികളുടെ എണ്ണവും അധ്യാപകരുടെ എണ്ണവും നിരന്തരമായിട്ട് കൂടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമുക്ക് ലോക്ക്ഡൌൺ വന്നത്. പിന്നെ ഇത് ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് ചില പരിമിതികളും എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്സസ് ചെയ്യുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പരിഹരിക്കാനാണ് മലയാള മിഷന്റെ പ്രവർത്തകർ തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മലയാളം മിഷനിലെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് സാധാരണ ക്ലാസ് കഴിഞ്ഞിട്ട് സാധാരണ ക്ലാസ് കഴിഞ്ഞിട്ട് ശരി ക്ലാസ് കഴിഞ്ഞ് നമുക്ക് നിർത്താം എന്ന് പറയുമ്പോൾ പോലും കുട്ടികൾ പോകാത്ത ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പല പ്രാവശ്യം ക്ലാസ്സുകളിൽ ഇങ്ങനെ അറ്റൻഡ് കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് സാറ് എന്നൊരു മികച്ച അധ്യാപകനെയാണ്. സാർ എന്തുകൊണ്ട് ഒരു പ്രൊഫഷനായിട്ട് ഈ അധ്യാപനം തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് വേണ്ട പരമാവധി ഫലം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആസ്വദിച്ചും താല്പര്യത്തോടുമായിരിക്കും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവരിലും ഉണ്ട്. നമുക്കെല്ലാവരും ചെറുപ്പത്തിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നിൽക്കാം, പിന്നെ പറയാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കും. അതേസമയത്ത് നമ്മുടെ ചില കൂട്ടുകാർ വന്നേച്ച് ഇതാ നമുക്ക് പോവാം, നമുക്ക് എവിടെ എന്ന് പറയുന്നത് നമ്മൾ ചാടി ഇറങ്ങും. ഈ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ മലയാളം മിഷന്റെ പ്രവർത്തനത്തിലും എന്നെ പോലെയുള്ള ആളുകളുടെ കാര്യം. അത് എല്ലാ പരിപാടി മാറ്റി നമുക്ക് അതിനെ ഇറങ്ങിയേക്കാം എന്നുള്ള തോന്നുന്നത്. അപ്പൊ നമുക്ക് പരമാവധി അതിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മലയാളം മിഷന്റെ പ്രവർത്തനവും അതിന്റെ ക്ലാസ്സുകളും ഞാൻ നേരത്തെ പ്രവർത്തിച്ച പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ മനസ്സിലാക്കിയ ചില അനുഭവങ്ങൾ വെച്ചിട്ട് ഇത് ലൈഫ് ഓറിയന്റഡ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ പരിപാടി. അപ്പോൾ ലൈഫ് ഓറിയന്റഡ് ആകുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ജീവിതഗന്ധിയായ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടും.
അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലും ഈ പറയുന്ന പോലെ അവർക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ നമ്മളൊരു കുട്ടിയായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയമില്ലാതെ നമ്മളോടൊപ്പം ചെയ്യും. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഒന്നും അറിയാൻ മേലാത്ത ഒരാളെ നമ്മളെല്ലാം അറിയാവുന്നവരും നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ചെന്ന ആളുകളുമായി ചിന്തിച്ചാൽ അത് ഏറ്റവും വലിയ പരാജയമാണ്. കുട്ടികളിൽ നിന്ന് ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് കണ്ടാൽ അവരുടെ ആവേശം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളോടൊപ്പം ചെയ്യും. പിന്നെ അവരുടെ മനസ്സറിഞ്ഞ് ക്ലാസ്സിൽ എന്ത് വേണോ അതിനുള്ള സംഭവങ്ങൾ ഇന്ന് ഇട്ട് കൊടുക്കുക. അതിലൂടെ നമുക്ക് പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ അവരെന്ത് മനസ്സിലാക്കണോ ആ വിഷയങ്ങൾ അതിലൂടെ അങ്ങോട്ട് ചെലുത്തുക. അപ്പം വിരസതയില്ലാതെ താല്പര്യത്തോടെ അവരത് കാണും. അതുകൊണ്ടാണ് അവർ പറയുന്നത് വേണ്ട നമുക്ക് നിർത്തേണ്ട കുറച്ച് സമയം ഇരിക്കാവും. സാധാരണ നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസവും ഈ രീതിയിൽ വരേണ്ടതാണ്. അവധി എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അയ്യോ അവധി വേണ്ടായിരുന്നു, എനിക്ക് ക്ലാസ് തുടരണം എന്ന് ചിന്തിക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്തണം. അത് പതിയെ പതിയെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ആ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഫലക്കാണ്, പക്ഷെ കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ അനൗപചാരിക വിദ്യാഭ്യാസം ആയതുകൊണ്ട് നമുക്ക് ഈ പരീക്ഷണങ്ങളെല്ലാം നേരിട്ട് നടത്താം. കുട്ടികളും രക്ഷാകർത്താക്കളും അത് ഏറ്റെടുക്കുന്നു. മലയാളം മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിന്റെ ആദ്യത്തെ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പറയാറുണ്ട്, കുട്ടികളെ മാത്രമായിട്ട് വിടരുത്, നിങ്ങൾ രക്ഷകർത്താക്കൾ വരണമെന്ന്. അപ്പൊ രക്ഷകർത്താക്കൾ ഇത് കണ്ടു കഴിയുമ്പോൾ അയ്യോ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു കേവല അക്ഷരപഠനം മാത്രമായിരുന്നു എന്ന്. ഇത് കേവല അക്ഷരപഠനമല്ല, അവരെ ജീവിക്കാൻ പഠിപ്പിക്കലാണ്. അവർക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട് എന്ന് വന്നു കഴിയുമ്പോൾ അവരും ഇതിനകത്തേക്ക് ഇടപെടും. അങ്ങനെ ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഇത് ചെയ്യണമെന്ന് പറഞ്ഞ ചില രക്ഷിതാക്കളുമുണ്ട്. അവർ അധ്യാപകരായ മലയാളം മിഷന് തെങ്ങാനെ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഇത് പഠിക്കണം, ഇങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ചില താല്പര്യങ്ങളൊക്കെ അതിനെ നമ്മൾ ഉണർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സാധിക്കും. നമ്മുടെ മലയാള ഭാഷാ സാഹിത്യത്തിന് പരിപോഷപ്പെടുത്താൻ ഇതൊരു സാധ്യതയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മലയാള ഭാഷയും സാഹിത്യത്തെയും നമ്മൾ പരിപോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റാത്ത ആളുകളുടെ ഇടയിൽ ഇതെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അപ്പൊ മലയാള ഭാഷ അറിയണം. ഇത് ഒരു കേവല ഭാഷാ പഠനമല്ല, ഇതൊരു സംസ്കാരത്തിന്റെ വലിയ കൂടിയാണ്. ആ ഒരു സംസ്കാരത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഒരു ഭാഷ പഠിക്കുമ്പോൾ വരുന്നത്. അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതിനു മുമ്പ് 12 തലമുറകളിൽ അങ്ങനെ അല്ലായിരുന്നു. അവർ മലയാളികളാണെന്നുള്ള ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്നതല്ല, ഇത് മലയാളികളുടെ മാത്രം കാര്യമല്ല, ലോകത്തുള്ള എല്ലാ ഭാഷാ വിഭാഗങ്ങളിലും ഈ ഒരു താല്പര്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്. അതുകൊണ്ട് അവരവരുടെ ചെറുപ്പകാലത്ത് അവർക്ക് കിട്ടാതിരുന്നത് തങ്ങളുടെ മക്കൾക്ക് കിട്ടണം എന്നുള്ളൊരു താല്പര്യം ഇന്ന് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും മലയാള ഭാഷാ പഠനത്തിന് അനുകൂലമായ ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നതാണ്. സാധാരണ നമ്മളെ പോലുള്ള നാടുകളിൽ വന്നാൽ നമ്മുടെ മക്കൾ പഠിക്കുക സാങ്കേതിക വിദ്യ മലയാളം എന്താണ് നേട്ടം, നാളെ പഠിച്ചതാണ്. അപ്പം കുട്ടികൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ജോലി അവരുടെ ഭാവി മുൻകണ്ടാണ്. ഈ ഭാഷയുടെ മലയാളം പൊതുവെ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ജീവിക്കുന്ന മലയാളത്തോട് ഒരു പുച്ഛം, അവരുടെ മക്കൾക്ക് മലയാളത്തോട് ഒരു പുച്ഛം. ഒരു നാട്ടിൽ പോലെ ബസ്സിൻ്റെ ബോർഡ് പോലും വായിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. മലയാളം പറയുന്ന ഒരു രീതി അതിനെ പ്രസംഗിക്കാൻ അത് നമ്മുടെ ഈ ആദ്യത്തെ രക്ഷിതാക്കളുമായിട്ടുള്ള മീറ്റിങ്ങിലും ആദ്യത്തെ ക്ലാസ്സിലും തന്നെ നമ്മൾ അതിനെ നേരിടുന്നുണ്ട്. അത് നമ്മൾ തുറന്നിട്ട് നമ്മൾ പറയും, അവരിൽ നിന്ന് ആ ചോദ്യം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, അല്ല നിങ്ങൾ എന്തിനാ മലയാളം പഠിക്കാൻ വന്നിരിക്കുന്നത്? തെലുങ്കാനയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 3 ഭാഷയെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. പിന്നെ ഈ മലയാളം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താ? നമ്മൾ കുട്ടികളോട് ആദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വന്നത് ചോദിക്കുമ്പോൾ മലയാളം പഠിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് എന്തിനാ പഠിക്കുന്നത്? അപ്പൊ ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ഉത്തരം പിന്നെ എല്ലാവരും കൂടിയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ത്? നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത. ഭാഷാ പഠനം എന്ന് പറയുന്നത് കേവല അക്ഷര പഠനമോ മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നതോ അല്ല. നമ്മുടെ വേരുകളെ തന്നെ നമ്മൾ അന്വേഷിക്കലാണ്. നമ്മൾ എന്നൊന്ന് സ്വയം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ വികാസമാണ് ഉണ്ടാകുന്നത്. ആ വ്യക്തി വികാസത്തിലൂടെ വ്യക്തി വികാസം ഉണ്ടായാൽ അവന് ഭാവിയിൽ എന്തും നേടാം. സ്വന്തം മാതൃഭാഷയിൽ ഉറച്ചു നിന്നാൽ അടുത്ത ഭാഷകളിലേക്കോ അടുത്ത അറിവുകളിലേക്കോ അവർ പോകുന്നത് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
അത് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. ഇത് നമ്മൾ തുറന്നവരുടെ അടുത്ത് പറയും ഉദാഹരണങ്ങളുടെ സഹിതം. പിന്നെ നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നടത്തുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിന്റെ ഫലം നമ്മൾ ഏതാണ്ട് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരതിനകത്ത് ആകർഷകരാകും. അവരത് മനസ്സിലാക്കും. ആകർഷകരാകുക എന്നുള്ളതല്ല, അവരത് മനസ്സിലാക്കും. അതാണ് അതിന്റെ പ്രത്യേകത. എന്താ പറയുന്നത്, കോവിഡ് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു പ്രവർത്തനം സോഷ്യൽ ഡിസ്റ്റൻസ് മാറ്റം. ഒരു സാമുദായിക ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹിക താല്പര്യങ്ങൾക്കുപരി അത് മാറ്റി വെച്ചു കേരളത്തിൽ ഇപ്പോൾ ദിനംപ്രതി കാണുന്ന കോവിഡ് വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ്. എന്താ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് അതിനെന്തെങ്കിലും? ശരിയാണ്. കേരളത്തില് ഇന്ന് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം അതിന് ഗണ്യമായ ഒരു ശതമാനം കേരളത്തിലാണ്. ഇത് പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ കേരളം ഇതുവരെ ചെയ്ത നടപടികളെല്ലാം തെറ്റായിരുന്നു എന്നുള്ളൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്കിടയിലുണ്ടാവും. ഞാനതിൻ്റെ ഈ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതിൻ്റെ ശാസ്ത്രീയ വശം പറയാം. ഒരിക്കലും കേരളത്തിന്റെ ഇതുവരെ എടുത്ത നടപടികളുടെ ഒരു പരാജയമല്ല അത് കാണിക്കുന്നത്. അത് അവർ ചെയ്ത വളരെ കണക്കുകൂട്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ്. നമുക്കറിയാം, ഇറ്റലി ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ ഇറ്റലി കോവിഡിന്റെ മുന്നിൽ തകർന്നു വീണു. അവിടെ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. മരണം ഒരുപാടുണ്ടായി. നമ്മൾ കേരളത്തിന്റെ കാര്യം എടുത്തു നോക്കി. കേരളത്തിലെ ഈ കോവിഡ് ബാധിച്ചതിന്റെ മരണത്തിന്റെ നിരക്ക് 0.04. എത്രയോ കുറവാണ്. അപ്പോൾ കേരളം എടുത്ത ഈ നടപടിയിലൂടെ ഇപ്പൊ നമ്മൾ സാധാരണ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് വേണം നമ്മൾ കോവിഡ് ബാധയുടെ സമയത്ത് ഈ കണക്കുകൾ എടുക്കുമ്പോൾ അതിന്റെ കേർവ് ഫ്ലാറ്റൻ ചെയ്ത് നിർത്തണമെന്ന്. എന്ന് പറഞ്ഞാൽ കോവിഡ് രോഗികൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, നാളെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനെ നമ്മളൊരു ഗ്രാഫിക്കൽ രൂപത്തിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുക. അതിന് പകരം ആ ഗ്രാഫിനെ ഉയർന്നു പോകാതെ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് പടർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം. ഇത് കേരളത്തിലെ സാമൂഹ്യ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമൂഹ്യ ആരോഗ്യ സുരക്ഷയെ കരുതി കൃത്യമായിട്ട് എടുത്തൊരു തീരുമാനത്തിന്റെ സാമൂഹ്യ ആരോഗ്യ സാഹചര്യത്തിൽ അത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുള്ളത് നമ്മൾ എടുക്കുക. നമുക്ക് 5000 കോവിഡ് രോഗികൾ ഒരു ദിവസം ഉണ്ടായാൽ അവരെല്ലാം നമുക്ക് ചികിത്സിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് നോക്കുക. ആ സ്ഥലത്ത് 10000 രോഗികൾ വന്നാലത്തെ സ്ഥിതി ഉണ്ടെന്ന് ആലോചിക്കും. നമ്മൾ എവിടെ കിടന്ന് ചികിത്സിക്കും? ഈ മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു പോയി. എന്തായാലും കുറെ ആളുകളിൽ ഇതെത്തുക ഉറപ്പാണ്. നമ്മൾ എന്തെല്ലാം ശ്രദ്ധകൾ ചെയ്താലും ഇതെത്തും. ആ രോഗത്തിന്റെ പ്രത്യേകത അത് ഈ രോഗത്തിനുള്ള പോലെ ഈ മഹാമാരിക്കും മറ്റു പല ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾക്കും ഒരു പ്രത്യേകത ഈ സാമൂഹ്യാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയാറുണ്ട്. ഇതുപോലെയുള്ള ഒരു അസുഖം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് 30% ആളുകളിലേക്ക് എത്തും. കുറഞ്ഞത് 30% ആളുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതൊരു ഹെർഡ് ഇമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ വൈറസിന്റെ ജനിതക മാറ്റങ്ങളിലോ എന്തുകൊണ്ടോ അത് പിന്നെ ക്രമേണ താഴും. അപ്പം നമ്മൾ കണ്ടത് പറന്ന് പിടിക്കുന്ന ഒരു 1:3 റേഷ്യോയിൽ അതിങ്ങനെ 30% ആളുകളിലേക്ക് ഇതെത്തും. പക്ഷെ കേരളം അതിനോട് ചെയ്തതല്ല. ഈ 30% ആളുകളിലേക്ക് എത്തും എന്നുള്ള കാര്യം സാമൂഹിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. അവർ ഇതെന്താ ഇതിന്റെ വേഗത കുറയ്ക്കുക. 1 മാസം കൊണ്ട് 30 ആളുകളിൽ എത്താതെ 1 വർഷം കൊണ്ട് 30% ആളുകളിൽ എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ അത് അങ്ങനെ അല്ല. പെട്ടെന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഡൽഹി സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്നല്ല ഉയർന്നത്. അതിന്റെ ഫലം എന്താണ്? കൂടുതൽ പേര് മരിച്ചു. കേരളത്തിൽ ഈ ശ്രദ്ധ ചെലുത്തിയതുകൊണ്ട് ഇന്ന് രോഗികൾ കൂടുന്നുണ്ടെങ്കിലും മരണത്തിന്റെ എണ്ണം കുറച്ചു. ആളുകളുടെ മരണം കുറച്ചുകൊണ്ട് വരിക, മരണം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കേരളം വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചത്. ഇത് ഈ കണക്കുകൾ നിരത്തി ഈ പറയുന്ന ശാസ്ത്രീയത നിരത്തി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ മനസ്സിലാകണമെന്നില്ല. പക്ഷേ സാമൂഹ്യ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് വളരെ നന്നായി മനസ്സിലാകും. അത് കേരളം നന്നായി മനസ്സിലാക്കി പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിലെ മരണത്തിന്റെ എണ്ണം കുറച്ചുകൊണ്ട് വരാൻ പറ്റി. പിന്നെ ഇപ്പൊ ഇതിങ്ങനെ കൂടുന്നത് ഈ പറയുന്ന ഒരു കാരണം, അത് കൂടാതെ 1-2 കാരണങ്ങൾ വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ജനസാന്ദ്രതയും കേരളത്തിലെ ജനസാന്ദ്രതയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയാണ്. ഇരട്ടിയിലൊക്കെ കൂടുതലെന്ന് പറയാം കേരളത്തിലെ ജനസാന്ദ്രത.
അതൊന്ന്. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ നിബന്ധനകളിലൊക്കെ വന്ന ചില ഇളവുകൾ മൂലം കേരളത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആളുകൾ കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ടായി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് വ്യാപരിക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ കൂടി, ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴാണ് ഇതിങ്ങനെ വന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം വീണ്ടും പഴയ നിയന്ത്രണങ്ങളിലേക്ക് പോവുക. ഒരു ലോക്ക്ഡൌണിലേക്ക് നമുക്ക് പോകാനായിട്ടാവില്ല, നമ്മൾ തകർന്നു പോകും. പക്ഷേ നിയന്ത്രണങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ശ്രമമാണ് കേരളം ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സെൽഫ് ക്വാറന്റൈൻ അവയർനെസ്, SMS എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ. അതുപോലെ ഇന്നിപ്പോൾ ഭാഗ്യവശാൽ വാക്സിൻ വന്നു. സാധാരണ രീതിയിൽ ഇതിങ്ങനെ വന്നു. ഏതായാലും ഇപ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഇത്രയും കൂടുതൽ വരും, നിങ്ങൾ എന്തിനാ ആദ്യമേ ഇത്ര കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പിടിച്ചത്? അങ്ങനെ പിടിക്കാതിരുന്നെങ്കിൽ കുറെ ആളുകൾക്ക് ഇത് വന്നാൽ പോകില്ലായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു രോഗം വന്ന് ഒരു സമൂഹത്തിനാകെ ഇമ്മ്യൂണിറ്റി വരുമ്പോൾ നഷ്ടപ്പെടുന്ന എത്ര പേരാണെന്ന് നമ്മൾ ആലോചിക്കണം. രോഗം വന്ന് അതിലൂടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് വാക്സിനേഷനിലൂടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. വാക്സിനേഷനിലൂടെ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് സേഫാണ്, ആളുകളുടെ മരണം പറയാം, മരണം ഉണ്ടാവില്ല. അതേസമയത്ത് ഒരു രോഗം വന്ന് അത് ചെയ്യാതെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ബാധിക്കുന്ന ആളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കേരളത്തിന്റെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ പ്രായം ചെന്ന ആളുകളുടെ എണ്ണം കേരളത്തിന്റെ റേഷ്യോ വളരെ കൂടുതലാണ്. ഇറ്റലി ഫേസ് ചെയ്ത പ്രശ്നം, മുന്നേറിയ സമൂഹങ്ങളിലൊക്കെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളിൽ വന്ന് പ്രതിശീർഷ ആരോഗ്യ ആയുർനിരക്ക് വളരെ കൂടുതലാണ്. അപ്പം സമൂഹത്തിനാകെ പ്രായം കൂടുന്നു എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയും. അതായത് ഒരു സമൂഹത്തിൽ പ്രായം ചെന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് ആ സമൂഹത്തിന് പ്രായം ചെല്ലുന്നതായിട്ടാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ കേരളത്തിൽ ഈ പ്രായം ചെന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവരിൽ ഏതാണ്ട് ഗണ്യമായ ഒരു ശതമാനത്തിന് പ്രധാനപ്പെട്ട പല രോഗങ്ങളുണ്ട്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ ധാരാളം ഉള്ളവരുണ്ട്. ഇവരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ മരണത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ മരണത്തെ കുറച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കേരളം അവലംബിച്ചത്. ഇത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർക്കും രോഗാരോഗ്യ സംഘടനയ്ക്കും ഇന്ത്യയുടെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വളരെ നന്നായിട്ടാണ്. കേരളം ചെയ്ത പ്രവൃത്തി ഒട്ടും തെറ്റല്ല, അത് കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ പ്രശസ്ത വൈദ്യശാസ്ത്ര മാസികയായ ലാൻസെറ്റിൽ വന്നൊരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഈ ലോകത്ത് ഈ കോവിഡിന്റെ കാര്യത്തിൽ ഒരു കോവിഡ് രോഗിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 30 രോഗികളെയാണ് റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത്. ഒരു കേസ് നമുക്ക് വരുമ്പോൾ 30 കേസ് നമ്മൾ അറിയാതെ പോകുന്നു. പക്ഷെ കേരളം ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളരെ ഉയർന്ന രീതിയിലാണ്, വളരെ കൃത്യമായ കണക്ക്. അത് കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും കണക്കുകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സംഭവമില്ല. ഇതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങളോട് പറയും. അങ്ങനെ പറഞ്ഞു തന്നെ പോകാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടും. വസ്തുതകളെ മറച്ചു വെക്കുന്നത് അങ്ങനെ ഒരു സമീപനം സർക്കാർ എടുത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ പ്രവർത്തകരെല്ലാവരും സർക്കാരും ആ സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതിന് നല്ല ഫലം കാണും. നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടത് SMS ആൾക്കൂട്ടത്തിൽ ഒഴിവാക്കും. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നില്ല, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുക. ഈ സോപ്പ്, സാനിറ്റൈസർ, മാസ്ക്, പിന്നെ നമ്മൾ അറിവുള്ള ആളുകൾക്ക് പോലും തെറ്റായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസ്, SMS എന്ന് പറയുന്നത് സോപ്പ്, മാസ്ക്, സാനിറ്റൈസർ, ഇതാണ് അവർ പറയുന്നത്. പിന്നെ ഒരു 3C അവർ പറയാറുണ്ട്. ഈ ക്രൗഡ്, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരിക്കാതിരിക്കുക. ഇപ്പം ആളുകൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാസ്ക് ഒക്കെ വളരെ കൃത്യമായിട്ട് വെച്ച് നമ്മൾ ഓഫീസിൽ ചെല്ലും. ഓഫീസിൻ്റെ അകത്ത് 10-20 പേര് ഇരിക്കുന്ന AC റൂമിൽ ചെന്നിട്ട് മാസ്ക് എടുത്ത് മാറ്റി വെക്കും. ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും അപകടകരമായ കാര്യമാണ്. ഒന്നാമത് AC-യുള്ള ക്ലോസ് റൂമുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ജനാലകളൊക്കെ തുറന്നു വെച്ച് മാസ്ക് ധരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ സാർവത്രികമാകുമ്പോൾ നമുക്കിതിനെ മറികടക്കാൻ പറ്റും. മറ്റിപ്പോൾ ഒരു വർഷത്തിന് ഈ മഹാമാരി വന്നിട്ട് ഒരു വാക്സിൻ കണ്ടെത്തുന്നത് വലിയൊരു നേട്ടമാണ്. ഈ വാക്സിന്റെ സാധ്യതകളെ കുറിച്ച് അത് നമുക്ക് ഈ സ്പാനിഷ് ഫ്ലൂ പോലെയുള്ള കാര്യങ്ങള്, അതുപോലെ വസൂലി, ഇതൊക്കെ വന്ന സമയത്ത് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി 10 പതിറ്റാണ്ടുകളോ ഒക്കെ കഴിയുന്നു.
ഒരുപാട് നാളുകൾ എടുത്താണ് റിസർച്ച് ചെയ്തത്. പക്ഷെ ഇന്ന് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് പുതിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിരോധിക്കാൻ പറ്റിയ ആ വാക്സിന്റെ അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഫലപ്രാപ്തി അറിയണമെങ്കിൽ പരീക്ഷിച്ച് സമയമെടുക്കും. അതാണ് ലോകാരോഗ്യ സംഘടനയ്ക്കും അത്ഭുതമായിരുന്നു. ഇത്ര പെട്ടെന്ന് വാക്സിൻ വരും എന്നൊന്നും അവർ വിചാരിച്ചിട്ടില്ല. വാക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളതിൽ ഇരിക്കരുത്, നമ്മളിത് പടരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്, ആളുകളുടെ പട്ടിണി മാറ്റാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ലോകാരോഗ്യ സംഘടന. എളുപ്പമല്ല, കാരണം ഒരു വാക്സിൻ ഇത് നിസ്സാര കാര്യമില്ല. ഇത് ആളുകളിലേക്ക് ഡയറക്റ്റ് കുത്തിവെക്കേണ്ടതാണ്. അത് കുത്തിവെക്കാനായിട്ട് ചെല്ലുമ്പോൾ അത് ശരിയായ രീതിയിൽ പരീക്ഷിച്ച് അതിന്റെ ഗുണദോഷങ്ങളെ വിലയിരുത്തിയില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും. പക്ഷെ ഇപ്പം ഈ ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് അതിനുള്ള ഒത്തിരി സാധ്യതകളുള്ളത് അതിലേക്ക് ഉപയോഗപ്പെടുത്തിയാണ് ഈ വാക്സിൻ എത്തിയിരിക്കുന്നത്. അത് നന്നായി തന്നെ വരും എന്ന് നമുക്ക് കാണാം. 100% നമുക്ക് അതിന്റെ ഫലപ്രാപ്തിയെ പറ്റി പറയാൻ പറ്റില്ല. ഇത് ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വാക്സിൻ ഇമ്മ്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്കിതിനെ പേടിക്കാതെ പ്രവർത്തനം മുന്നോട്ട് പോകാം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു നൽകൈ എടുത്തിരിക്കുന്നില്ല എന്തോന്നിന് ഇന്ത്യ വാക്സിൻ കണ്ടെത്തുന്ന തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഗണ്യമായ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൈറസിനെ കണ്ടെത്തുന്നതിന് അതിന്റെ പുതിയ സ്ട്രെയിനൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടായി. അതിൽപ്പെട്ട രോഗികൾ ഇന്ത്യയിലെത്തി. അപ്പൊ നമ്മുടെ നാട്ടിലെ വൈറസിന് എന്തെങ്കിലും രൂപമാറ്റം ഉണ്ടായിട്ടുണ്ടോ അതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിദേശ രാജ്യങ്ങൾ നടക്കുന്ന പോലെ അത്ര വേഗം തന്നെ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ഇന്ത്യ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇപ്പോഴത്തെ ഒരു പ്രധാന വാർത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യാപകത എന്ന നമ്മുടെ ഡൽഹി നടക്കുന്ന കർഷക സമരമാണ്. സത്യം പറഞ്ഞാൽ അതിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ അല്ലെങ്കിൽ എന്താണ് എന്ന് സാധാരണക്കാരനായ പലർക്കും, കാരണം തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പല സൈഡിലും വരുന്നത്. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? കേൾക്കുന്നവർക്ക് ഇതൊന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. അത് ഇന്നത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ ഏറ്റവും ദുഃഖകരമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ഭരണകൂടം ജനങ്ങളുടെ സമ്മതി നേടി അധികാരത്തിലെത്തിയാൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അന്ധമായിട്ട് വിശ്വസിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇത് വളരെ തെറ്റാണ്. തെറ്റ് ഏത് മനുഷ്യനും പറ്റാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോ കർഷക നിയമം 3 ബില്ല് പാർലമെന്റ് പാസ്സാക്കി. അത് പാസ്സാക്കിയ രീതിയെ പറ്റി അത് സെലക്ട് കമ്മിറ്റിക്ക് വിടാതെ വന്ന കാര്യങ്ങൾ, പാർലമെന്റിൽ ചർച്ചകൾ വേണ്ട രീതിയിൽ നടത്താതെ വന്നത്, അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ. ഇന്നിത് ആർക്ക് വേണ്ടി അത് ഉണ്ടാക്കിയോ അവർക്ക് അത് വേണ്ട എന്ന് പറയുന്ന ഒരു പ്രാഥമിക ചിന്തയിൽ നിന്ന് തന്നെ ഈ നിയമം പിൻവലിച്ചാൽ, അങ്ങനെ ഒരു കാര്യം ചെയ്താൽ സർക്കാരിനെ അനുകൂലിക്കുന്നവരും കാണുന്നത് അത് തങ്ങളുടെ പരാജയമായിട്ടാണ്. അതിനെ എതിർക്കുന്നവർ സർക്കാരിനെ തന്നെ തോൽപ്പിച്ച് എന്ന് പറഞ്ഞ് വലിയ ആഘോഷമായിട്ട് മാറ്റും. ഇത് രണ്ടും ജനാധിപത്യത്തിൽ തെറ്റാണ്. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ ഇരിക്കുന്ന എന്തിനു വേണ്ടി? അവിടെ നന്നായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഭരണപക്ഷം ഒരു കാര്യം കൊണ്ടുവന്നു, അതിനെ എതിർത്ത് പ്രതിപക്ഷം കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അത് ഒരു സമവായത്തിലെത്തി ഇത് ആ പറഞ്ഞ കാര്യങ്ങളെ കൂടെ ഉൾക്കൊള്ളാൻ നല്ലതല്ലേ എന്ന് കരുതി സ്വീകരിക്കും. ഇതാണ് ജനാധിപത്യം. പക്ഷെ ആ ജനാധിപത്യത്തിന്റെ പ്രാക്ടീസ് നമ്മുടെ കാര്യത്തിൽ നടക്കുന്നില്ല. ഇന്നുണ്ടായിരിക്കുന്ന ആ 3 കർഷക ബില്ലുകളും ഇന്ത്യയിലെ കർഷക ജനസാമാന്യത്തെ അനുസരിച്ചു പല വിദേശ രാജ്യങ്ങളും നടത്തി പരാജയം, എന്തിന് അമേരിക്ക പോലും നടത്തി പരാജയപ്പെട്ട ഒരു നിയമമാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർഷകർക്ക് വലിയ ആശങ്കയുണ്ട്. കർഷകർക്ക് അവന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടാനുള്ള അവസ്ഥ, ഇതൊക്കെ ഇല്ലാതാക്കുമെന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത്. അപ്പൊ മറുവാദമുള്ളൊരു ചോദ്യം, ഒരുപക്ഷെ ഈ സമരമൊക്കെ പിൻവലിച്ച് അവരൊരു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ 1 വർഷമോ ചിലപ്പോൾ 2 വർഷമോ വേണമെങ്കിൽ ഇന്ന് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില അവർക്ക് കിട്ടിയെന്നിരിക്കാം. പക്ഷെ ശാശ്വതമായിട്ട് അത് കിട്ടില്ല. കാരണം കുത്തകകളുടെ സ്വഭാവം അങ്ങനെയാണ്. ലോകത്താകെ ഈ കാര്യം ഒരിക്കലും കുത്തകവൽക്കരിക്കപ്പെടാൻ പാടില്ല. അമേരിക്കൻ കർഷകർ കാർഷിക വൃത്തി ലോകത്ത് ഒരു സ്ഥലത്തും ഒരു ലാഭകരമായ കാര്യമല്ല. അത് സർക്കാരിന്റെ ശക്തമായ ഇടപെടലുകളോടുകൂടിയാണ് അത് ലോകത്താകെ ഇന്ന് നിലനിന്ന് പോകുന്നത്.
നിയമം താങ്കൾ പറഞ്ഞ പഴയ കൊളോണിയലിസത്തിന്റെ മറ്റൊരു മൂലമാണ്. ഈ കൊളോണിയലിസം അത് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ അന്തരീക്ഷം നമ്മളെടുത്ത് പരിശോധിക്കുക. ഇപ്പം ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആദ്യഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് എടുത്ത ചില മാതൃകകളെ പിന്തുടർന്നുകൊണ്ടാണ് നെഹ്റുവിൻ എക്കണോമിക്സും ഇവിടെ പുരോഗമിച്ചത്. അന്ന് ഇന്ത്യയിലെ മുതലാളിമാരുടെ കയ്യിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു മൂലധന നിക്ഷേപത്തിന് വേണ്ട വക ആ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു. അപ്പം അന്ന് ഇന്ത്യയിലെ മുതലാളിമാർ തന്നെ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ പൊതുമേഖല ശക്തമായിട്ട് മുന്നോട്ട് വരണം. കാരണം സർക്കാരിൻ്റെ പണമുണ്ട്. അപ്പോൾ പൊതുമേഖലയിലാണ് നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും പ്രധാനപ്പെട്ട പെട്രോളിയം ഇൻഡസ്ട്രീസും എല്ലാം തുടങ്ങിയത്. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളിലൂടെ ഇവർ അടുത്ത സ്റ്റേജിലുള്ള ഉൽപാദന പ്രക്രിയ നടത്തി. അത് ഗവൺമെന്റുകളുടെ അതിന്റെ നയമൂലവും അവർക്ക് അനുകൂലമായ കാര്യങ്ങളും മൂലം ഇന്ത്യൻ മുതലാളിമാർ ഇന്ന് തിരിച്ചു വന്നിട്ട് സർക്കാരിന്റെ മുതൽമുടക്ക് ഇനി വേണ്ട, അത് ഞങ്ങൾക്ക് തന്നേരെ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന അവസ്ഥയിലേക്ക് അവർ വളർന്നു. കുഴപ്പമില്ല, അവർ ചെയ്തോട്ടെ, പക്ഷെ അത് ചെയ്താൽ സാമൂഹ്യ നീതി ഉറപ്പാകും എന്ന് എവിടെ നമുക്ക് പറയാൻ പറ്റും? ലോകത്ത് ഒരു മാർക്കറ്റിന്റെ പൂർണ്ണമായിട്ട് കാര്യങ്ങളെ വിട്ടുകൊടുത്താൽ മാർക്കറ്റ് മർദ്ദിതന് ഒരിക്കലും നീതി കിട്ടുന്ന സ്ഥലമല്ല. ദുർബലൻ അവിടെ പിന്തള്ളപ്പെടുകയും. അപ്പം ഒരു പൊതു സാമൂഹ്യ പരിപ്രേക്ഷ്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഏറ്റവും ദുർബല വിഭാഗങ്ങളെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം ഈ സാമ്പത്തിക തിരുത്തേണ്ട ആവശ്യം. താങ്കളിപ്പോ കർഷക സമരത്തെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ സാധ്യത താങ്കളുടെ ഇതുവരെ വീക്ഷണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അന്നും ഇന്നും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ റോള് ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിലാണ്. അല്ലാതെ ഭരണം പിടിച്ചെടുത്ത് മൊത്തം പരിഷ്കരണ പരിപാടികൾ കൊണ്ടുവരിക എന്നുള്ളൊരു സാധ്യത ഇന്ത്യയിൽ വളരെ വിദൂരമായ ഒരു സ്വപ്നമാണ്. അത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് ശക്തി ദൗർബല്യങ്ങൾ പല കാലഘട്ടങ്ങളിലും പല രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇന്ന് അത് ശക്തി ക്ഷയിച്ച ഒരു രൂപമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഇടതുപക്ഷത്തിന് സ്വീകാര്യത വരുന്നുണ്ട്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സമരോത്സുകരായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഇന്ത്യൻ ഇടതുപക്ഷം വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് കർഷക സമരത്തിൽ കാണാം, പല സ്ഥലങ്ങളിലും അത് കാണാവുന്നതാണ്. അപ്പം സമൂഹത്തിന്റെ തെറ്റുകളെ തിരുത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ സമരോത്സുകരാക്കി അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ റോൾ ഇന്ത്യയിൽ വളരെ നിർണായകമാണ്. അത് ഇടതുപക്ഷം ഒരു പരിധിവരെ നിർവഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് അവർ തുടരുക തന്നെ ചെയ്യും. അത് ആവശ്യമായിരിക്കും. ഹൈദരാബാദിലെ വളരെ പ്രമുഖമായ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും സജീവ സാന്നിധ്യമാണ് സാർ. എന്താണ് ആ ഗ്രൂപ്പുകളെ കുറിച്ച് സാറിന് പറയാനുള്ളത്? ഏത് ഗ്രൂപ്പിനെയാണ് പ്രത്യേകിച്ച് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഷാപ്പസംഗീതം, പിന്നെ ആ എഴുത്തുകാരുടെ ടീമുകൾ, അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കാലഘട്ടമാണല്ലോ. ഈ ഹൈദരാബാദ് നാട്ടുകവലെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് 60 അടുത്ത ആളുകൾ മാത്രമേ ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളൂ. പക്ഷെ ആ ഗ്രൂപ്പിലല്ലാത്തവർക്ക് ആ ഗ്രൂപ്പിന് പുറമെ ആണ് ആ ഗ്രൂപ്പിന്റെ പ്രസിദ്ധി ഏറ്റവും കൂടുതൽ. അപ്പൊ എല്ലാവരും ഈ കവല എന്ന് പറയുമ്പോൾ ഒരു ചെറു ചിരിയോടുകൂടിയാണ് ഈ കവലയെ പറ്റി പറയുന്നത്. അവർക്കറിയാം കവലയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഈ മനുഷ്യൻ നമ്മളെല്ലാവരും പല പല സംസ്കാരങ്ങളിൽ പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. സംസ്കാര ചിത്തരാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടും. പക്ഷെ എന്നാലും എല്ലാ മനുഷ്യർക്കും അവന്റെ മനസ്സിൽ അടിസ്ഥാനമായിട്ട് തോന്നുന്ന ചില വികാരങ്ങൾ, ചിന്തകളൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാ സ്ഥലത്തും അതേപടി പ്രകാശിപ്പിക്കാൻ പറ്റില്ല. സത്യമല്ല. ഈ കവല എന്ന് പറയുന്ന സെറ്റപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് അതാണ്. നമുക്ക് എന്ത് തോന്നുന്നു അതിന് ഒരു മറയും ഇല്ലാതെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇടം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ റിലീസിംഗ് വാൽവെന്നോ എന്തോ അവനെ പേരിട്ട് വിളിച്ചു. അവിടെ ഈ സൂര്യന് കീഴെയുള്ള എന്ത് സംഭവമാണ്. ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭൂഖണ്ഡാന്തരങ്ങളിലേക്കും ഒക്കെ പോകും ചർച്ചകളൊക്കെ.
അപ്പൊ അതെല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. തനിക്ക് എന്ത് തോന്നുന്നു അതിനെപ്പറ്റി അത് പറയുക. ഞാനത് വരുമ്പോൾ അതിനകത്ത് ഭാഷാശുദ്ധിയോ ഒന്നും നോക്കുന്നില്ല. തനിക്ക് എന്ത് തോന്നുന്നു അത് അങ്ങനെ പറയാം. പക്ഷെ അത് നമ്മുടെ സമൂഹ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം അതൊരിക്കലും ഒരു ദോഷമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അവിടെ ആളുകൾ പലരും പറയുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു, പോകുന്നു. അവിടെ നിരന്തരമായ സംഘർഷങ്ങളും ഒക്കെ ഈ പോസ്റ്റുകളിലൂടെ നടക്കാറുണ്ട്. അത് രാഷ്ട്രീയമാകട്ടെ എന്തും ആകട്ടെ, രാഷ്ട്രീയ സംഘർഷം നിരന്തരമാണ്. പക്ഷെ എന്നാലും അതിന്റെ ആളുകൾ തമ്മിൽ യാതൊരുവിധ വ്യക്തിപരമായ വിദ്വേഷമോ സംഭവമില്ല. ഇതൊരു മനോഹരമായ സങ്കല്പമല്ലേ? ആ ജോലി അതിലൂടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ ഗ്രൂപ്പ് നിലനിൽക്കട്ടെ. ഞാൻ അതിനകത്ത് അതിസജീവ സാന്നിധ്യമൊന്നുമല്ല, കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചകളിലൊക്കെ ഇടപെടാറുണ്ട്, പോകാറുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളോട് അല്ലെങ്കിൽ യുവതയോട് സാറിന് എന്താണ് പറയാനുള്ളത്? കാര്യങ്ങൾ നന്നായിട്ട് കണ്ണു തുറന്ന് കാണുക, ചെവി തുറന്ന് കേൾക്കുക, പഠിക്കുക, ഇടപെടുക. താങ്കള് ഒരു നല്ല സാഹിത്യത്തിന്റെ എല്ലാ മേഖലയും, കവിത, കഥ, നിരൂപണം, അങ്ങനത്തെ എല്ലാ മേഖലകളും വളരെ അഗാധ പാണ്ഡിത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം താങ്കളുടെ എഴുത്തുകൾ പലപ്പോഴും നമ്മൾ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷ, താങ്കൾ സംസാരിക്കുന്ന ഭാഷ, എഴുതുന്ന ഭാഷയ്ക്ക് വളരെയധികം അനുചിതമായ പാണ്ഡിത്യ ബോധമുള്ളതായിട്ട് തോന്നുന്നു. താങ്കളുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചിട്ട് അതിന് എഴുത്ത് ജീവിതം എന്ന് പറയാവുന്ന രീതിയിലുള്ള ശക്തമായ രചനകളൊന്നും ഞാൻ നടത്തുന്നതായിട്ട് അവകാശപ്പെടുന്നില്ല. നമ്മൾ ഇതുവരെ സംസാരിച്ച ആ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്രകാശിപ്പിക്കേണ്ടി വരും. ആ പ്രകാശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില എഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ പബ്ലിക് ഡൊമൈനിൽ ആളുകളുടെ പബ്ലിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലിമിറ്റഡ് സർക്കിളിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എത്രമാത്രം ഇടപെട്ട് നിൽക്കുന്നു അത്രയും ആത്മാർത്ഥത്തോടെ അതിന്റെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതാറുണ്ട്. പിന്നെ ഈ കഥയും കവിതയും ഒന്നും അത് ഞാൻ വ്യാപരിക്കുന്ന ഒരു മേഖലയല്ല. എനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്ക് കിട്ടില്ല. എന്നാലും നല്ല കഥകൾ വായിക്കുക, നോവലുകൾ വായിക്കുക, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. സമയത്തിന്റെ കുറവുകൊണ്ട് മാത്രം ചിലതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കൂടെ ചേർന്ന് ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു സാഹിത്യ കൂട്ടായ്മയുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഒരു 250 ആളുകളുള്ള ഒരു ഗ്രൂപ്പ്. അതിനകത്ത് വായനക്കാരുണ്ട്, 50-60 എഴുത്തുകാരുണ്ട്. അവർക്കൊക്കെ ഇത് പ്രകാശിപ്പിക്കുന്നതിനുള്ളൊരു വേദി നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ അവരോട് ഈ ആയുടെ സംഘാടകർ ആവശ്യപ്പെട്ടത്, നിങ്ങൾ സാധാരണ എന്തെങ്കിലും കുറിച്ച് ചുരുട്ടി കൂട്ടി കളയും, ഇനി മുതൽ നിങ്ങളത് കളയണ്ട, അത് ഞങ്ങൾക്ക് തരും. അങ്ങനെ എഴുത്ത് തുടങ്ങിയതിനകത്ത് ഇന്ന് അതിനകത്ത് വളരെ നല്ല രീതിയിൽ ആയുടെ തുടക്കകാലത്ത് ചില ആളുകൾ എഴുതിയിരുന്നതും ഇന്ന് അവർ എഴുതിയിരുന്നതും നമ്മൾ എടുത്ത് പരിശോധിക്കാം. 2 വർഷം കഴിഞ്ഞു ഇല്ലേ? 2 വർഷമായില്ല. 2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ എഴുത്തിന്റെ നിലവാരം കുറച്ച്, ഓരോ എഴുത്തിനെ പറ്റിയും അതിലെ വായനക്കാർക്കുള്ള അഭിപ്രായം അവിടെ രേഖപ്പെടുത്തും. അപ്പൊ ഈ നിരൂപണ രംഗത്തും നിരൂപണത്തെ പറ്റി അറിയാവുന്ന ആളുകൾ അതിനെ വളരെ ഖണ്ഡിതമായ രീതിയിൽ മനസ്സിലാക്കി ആ അഭിപ്രായങ്ങളും ഭാഷാപ്രയോഗങ്ങളുടെ ശുദ്ധി എന്ന രീതിയിൽ വരുത്തുന്നത്. അത് അവർ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത രചനയിൽ അവർ ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് എഴുത്തിന്റെ ഒരു പുരോഗതി. അത് സാധിക്കുന്നതിൽ ആയിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ ഷാപ്പ് സംഗീതം എന്ന് പറഞ്ഞു, നമ്മൾ മറ്റൊരു ദേശത്ത് വന്ന് തൊഴിൽ ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഗൃഹാതുരത്തിൽ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ ഗൃഹാതുര സ്മരണകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ചലച്ചിത്ര ഗാനമെങ്കിലും മൂളാത്ത ഒരു മലയാളിയും ഒരിടത്തുണ്ടാവില്ല. എത്ര സംഗീത വിരോധിയാണെന്ന് പറഞ്ഞാലും അവന്റെ ചില സ്വകാര്യ സമയങ്ങളിലെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് മൂളിയിരിക്കും. അപ്പൊ മനുഷ്യനെ വളരെയധികം ആകർഷിക്കുന്ന, അവന്റെ ഉള്ളിൽ അരിഞ്ഞു ചേർത്തിരിക്കുന്ന ഒന്നാണ് സംഗീതം. അവരെല്ലാവരും വലിയ ശ്രുതിയും താളവും ഒക്കെ ഒപ്പിച്ച് പാടുന്നവരായിക്കൊള്ളണമെന്നില്ല, മികച്ച ആസ്വാദകരാണ്. അപ്പം പാട്ടുപാട്ടാണെങ്കിൽ അവർ പാടും. അങ്ങനെ ആളുകൾക്ക് പാടാനായിട്ടുള്ള ഒരു രീതിയാണ് ഈ ശാസ്ത്ര സംഗീതം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ മുൻനിര പ്രവർത്തകർക്ക് പോലും ആദ്യഘട്ടങ്ങളിൽ അവർക്കൊരു വേദി ഞാൻ ഇടപെട്ട് ഒരുക്കി കൊടുക്കാം, നിങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് പാടും എന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം മടിയായിരുന്നു എങ്ങനെ വിജയിക്കും എന്നുള്ളതിനെ പറ്റി. അവരെ കൊണ്ട് നിർബന്ധിച്ച് പാടിച്ച് കഴിഞ്ഞപ്പോൾ അത് വളരെ നന്നായിട്ട് തോന്നി. ഇന്ന് അതിനകത്ത് വളരെ നല്ല പാട്ടുകാരുണ്ട്. അവർ പല വേദികളിൽ ഗാനമേള അവതരിപ്പിച്ചു,
ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് തന്നെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാവുന്ന രീതിയിൽ ആ ഗ്രൂപ്പ് പുരോഗമിക്കുന്നത് വളരെ നന്നായിട്ട് അവർ അതിനകത്ത് പാടുന്നു. പാടാൻ അറിയാത്ത ഞാൻ അതിനകത്തൊരു കാഴ്ചക്കാരനോ അല്ലെങ്കിൽ കേൾവിക്കാരനോ മാത്രമായിട്ട് എത്തിയിരിക്കുകയാണ്. അത് വളരെ നന്നായിട്ട് പോകുന്നു. വളരെ സജീവമാണ്. എല്ലാ ദിവസവും 100-200 പാട്ടുകളൊക്കെയാണ് ഓരോരുത്തർ പാടി നിലനിർത്തുന്നത്. എല്ലാം ഒന്നും കേൾക്കാൻ സമയമില്ലെങ്കിലും അതിൽ തൽപരരായ ആളുകൾക്ക് അങ്ങനെ ഒരു വേദി ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. അത് നമ്മുടെ ഈ ഏറ്റവും സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയെ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ല രീതിയിൽ നടക്കട്ടെ. ഞാനിപ്പോൾ സ്വഭാവം താങ്കളുടെ കുടുംബം എൻ്റെ കുടുംബം വളരെ ചെറിയൊരു കുടുംബമാണ്. ഞാൻ ഭാര്യ, ഒരു മോൻ നടക്കുന്നതാണ് എൻ്റെ ചെറിയ കുടുംബം. പിന്നെ എനിക്ക് ഒരു സഹോദരൻ്റെ കുടുംബം, പിന്നെ അമ്മ. പിതാവ് ജീവിച്ചിരിക്കില്ല, 1.5 വർഷം മുമ്പ് അദ്ദേഹം മരണമായി. പിതാവിൻ്റെ കുടുംബം അവരുടെ നാട്ടിലാണ്. സന്തോഷം. അപ്പോൾ സാറിൻ്റെ ഈ വിലപ്പെട്ട സമയം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചത് അതിയായ ചിലപ്പാണ്. നിങ്ങളോടൊപ്പം ഇത്രയും സമയം സംവദിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.